അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയകൾ നിറഞ്ഞു നിൽക്കുന്നത് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. സമസ്തക്കാരോട് നബിദിനാഘോഷത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം സാധാരണ ഓതാറുണ്ട്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. റഹ്മത്താകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്തിനെ അവർ ഇതിനു വേണ്ടി തെളിവ് പിടിക്കാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ അവരിൽപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാൾ തന്നെ പറയുന്നു നബിദിനാഘോഷം എന്നത് നല്ല ബിദ്അത്താണ് എന്ന്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അൽ ബിദ്അത്തു ബിദ്അത്താൻ. ബിദ്അത്ത് എന്ന് പറയുന്നത് പുതുതായി ഉണ്ടാകുന്നത്, നബിയുടെ കാലത്തില്ലാത്തത്. ആ സംഭവങ്ങൾ രണ്ടു തരമുണ്ട്. മഹ്മൂദത്തുൻ വ മദ്മൂമ. സ്തുതിക്കപ്പെടേണ്ടതുണ്ട്, എന്നാൽ ആക്ഷേപിക്കപ്പെടേണ്ടതുമുണ്ട്. ഫമാ വാഫഖ സുന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യകളോട് യോജിച്ചു വരുന്നതാണെങ്കിൽ ഫഹുവ മഹ്മൂദുൻ. അത് സ്തുതിക്കപ്പെടേണ്ടതാണ്, അത് നല്ല ബിദ്അത്തുകളാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒന്ന്, ഖുർആനിലുണ്ട്, തെളിവുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തത് അതിൻ്റെ ഹുക്കുമായിക്കൊണ്ട് പറഞ്ഞത് അത് നല്ല ബിദ്അത്താണ് എന്ന്. ഖുർആനിൽ തെളിവുള്ള ഒരു കാര്യം എങ്ങനെയാണ് നല്ല ബിദ്അത്താവുക? ഉസ്താദുമാർ മറുപടി പറയട്ടെ.